പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരം ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ലോണായിട്ട് ലഭ്യമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമുക്ക് പല തരത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാനോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിച്ച് അതിലൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ നടത്തുന്ന ഒരു പദ്ധതിയാണ് കെസ്റു എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും. അത് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോജക്റ്റ് അവിടെ അപ്രൂവായി അതിനുശേഷം ബന്ധപ്പെട്ട ബാങ്കുകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനുശേഷം ബാങ്ക് നേരിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തുക ലോണായിട്ട് നൽകുക. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമൊക്കെയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും. ഇത് കൂടാതെ തന്നെയാണ് മറ്റ് ചില ആളുകൾ ചോദിക്കുന്നത്. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണ്, ഞങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും, ഞങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാനോ സ്റ്റേഷനറി കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിനി ബേക്കറിയോ ഒക്കെ തുടങ്ങാനായിട്ടൊരു സഹായം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 50,000 രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 രൂപ ലഭിക്കുമ്പോൾ ഇതിനകത്ത് സബ്സിഡി അടക്കമാണ് ലഭിക്കുന്നത്. 37,500 രൂപ മാത്രം നിങ്ങളതും അതിൻ്റെ പലിശ നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. ഈ 12,500 രൂപ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. നവജീവൻ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. ഈ പദ്ധതി പ്രകാരവും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും. അത് ലഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. ഒരുപക്ഷെ 50 വയസ്സോ 60 വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകും എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സംരംഭങ്ങൾ, നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ചിലവിനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു നവജീവൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എന്തെങ്കിലും ഈ ഒരു കുറച്ച് ദിവസങ്ങളായി വളരെയധികം ആളുകൾ സംരംഭങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പണം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കാണുന്ന മുറയ്ക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ